മഞ്ചലിൽ KSRTC ബസ്സിന് തീപിടിച്ചു. തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയ്ക്ക് പോയ ബസ്സിനാണ് തീപിടിച്ചത്. ഡീസൽ ടാങ്ക് ലീക്കായി അതിലേക്ക് തീ പടരുകയായിരുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിവരങ്ങൾ കൂടി. സമയം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കൊല്ലം അഞ്ചലിൽ വെച്ചാണ് ഈ KSRTC ബസ്സിന് തീ പിടിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയ്ക്ക് പോവുകയായിരുന്നു ബസ്സിൽ. നിരവധി യാത്രക്കാരും ബസ്സിലുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ ഡീസൽ ടാങ്ക് ലീക്കായി അതിലേക്ക് തീ പടരുകയായിരുന്നു. ഈ സമയം തന്നെ പുക ഉയർന്നതോടുകൂടി ഈ യാത്രക്കാരെല്ലാം ബസ്സിൽ നിന്ന് ഇറക്കി. തുടർന്നാണ് ഈ ബസിന്റെ മുൻഭാഗത്തേക്ക് പടരുന്നത്. ഈ സാഹചര്യത്തിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ യാത്രക്കാരും ഒക്കെ ചേർന്നാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഈ സമീപത്ത് തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിൽ ഫയർ റെസ്ക്യൂ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. അഞ്ചൽ പോലീസ് ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം അവിടേക്ക് ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട്. ഈ ബസ്സിലെ യാത്രക്കാരനായിരുന്നു ജനൻ ടിവിയുടെ ക്യാമറമാനായിട്ടുള്ള അനൂജ് അനോർ. അദ്ദേഹവും ഈ ബസ്സിലുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. എന്തായാലും ഈ KSRTC ബസ്സിനെ സംബന്ധിച്ചിടത്തോളം നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിലാണ് ഇത്തരത്തിൽ ഒരു മനോജ്, ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബസ്സിന് തീപിടിച്ചത്. ഇതിന്റെ പ്രാഥമിക കാരണം എന്താണ് ഈ കാരണം എന്നതാണ് വിലയിരുത്തൽ? തീർച്ചയായും അത് പരിശോധിച്ചു വരികയാണ്. ഡീസൽ ടാങ്ക് ലീക്കായതാണ് കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. അതേസമയം തന്നെ നിരവധി യാത്രക്കാരുമായി പോവുകയായിരുന്ന വാഹനമായിരുന്നു. ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്, തീ ഉയരുന്നത്. എന്തായാലും ഈ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഈ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം ഇത്തരത്തിൽ നിരവധി യാത്രക്കാരുമായി നിരന്തരം സഞ്ചരിക്കുന്ന ബസ്സിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മറ്റ് അപകടങ്ങളൊന്നും തന്നെ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള വിവരം. കാരണം ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു, ഇങ്ങനെ പുക ഉയരുന്നു. ഈ സാഹചര്യത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ള ഇതിനെ പറ്റിയിട്ടൊക്കെ അന്വേഷണം ഉണ്ടാകണം. എന്തായാലും ഈ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത്, അതായത് യാത്രക്കാരുടെ സുരക്ഷ നോക്കേണ്ടത് KSRTCയുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരത്തിൽ ബസ്സിൽ തീ പടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഈ യാത്രക്കാരും അതോടൊപ്പം നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. എന്തായാലും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ യാത്രക്കാരൊക്കെ തന്നെ ഇപ്പോൾ ബസ്സിൽ നിന്നും പുറത്തിറങ്ങി മറ്റു ബസ്സുകളിൽ കയറാനുള്ള ശ്രമത്തിലാണ്. ഈ ബസ് റോഡിൽ തന്നെ, അഞ്ചലിൽ തന്നെ, അതായത് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് എത്തി മറ്റ് പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും യാത്രക്കാരെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. കാരണം ഈ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു. അത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കുമായിരുന്നു. പിന്നീടാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ യാത്രക്കാരും പ്രതികരിച്ചിരുന്നു. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. KP. ശരി, മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.